പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് ഒരിക്കൽ കൂടെ മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആത്മരക്ഷ മിനിസ്ട്രിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1, 2, 3, 4 വാക്യങ്ങളിൽ നിന്നാണ്. ആ വാക്യങ്ങൾ ഞാനിവിടെ വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് പുരോഹിതനെ കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു. ഇതേ കുഷ്ഠരോഗത്തിന്റെ സൗഖ്യം മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിൻചെന്നു. യേശു കർത്താവിൻ്റെ ജനപ്രീതിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ജനപ്രീതിയുണ്ട്, സിനിമാ താരങ്ങൾക്ക് ജനപ്രീതിയുണ്ട്, പ്രധാനമന്ത്രിമാർക്ക് ജനപ്രീതിയുണ്ട്. ഈ ലോകപരമായിട്ടുള്ള ജനപ്രീതിയാണ് അതാണെങ്കിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനപ്രീതി എന്ന് പറയുന്നത് 2000 വർഷം മുമ്പ് മരിച്ചു അടക്കം ചെയ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ യേശു കർത്താവിൻ്റെ ജനപ്രീതിയാണ്. 2000 വർഷം പിന്നിടുമ്പോൾ ഇന്നും ജനപ്രീതി യേശുവിനോട് കൂടുക എന്നല്ലാതെ ഒരിക്കലും കുറഞ്ഞിട്ടില്ല ദൈവത്തിൻ്റെ പതിലേ. എന്തുകൊണ്ടാ? യേശു അത്ഭുതം ചെയ്യുന്നവനാണ്. 5 അപ്പവും 2 മീനും എടുത്ത് 5000 പേരെ പോഷിപ്പിച്ചു. കാനാവിലെ കല്യാണ വീട്ടിൽ കടന്നുപോയി പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മരിച്ചവരെ ഉയർപ്പിച്ചു. യേശു കർത്താവ് അനേകർക്ക് ആശ്വാസം കൊടുത്തു, അനേകരുടെ ജീവിതത്തിൽ സമാധാനം കൊടുക്കുവാനായിട്ടിടയായി, അവൻ്റെ നാമത്തിൽ മക്കളായി തീരുവാനായിട്ടിടയായി, ഇന്നും എന്നേക്കുമായിട്ടുള്ള നിത്യത വാഗ്ദത്തം ചെയ്തു. അതുമാത്രമല്ല, പ്രവചനങ്ങളെ അവൻ നിവൃത്തിയാക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് ഈ യേശു കർത്താവ് അത്ഭുതകരമായിട്ട് ഇന്നും യേശു കർത്താവിന് ജനപ്രീതിയുണ്ട്, അത് മറന്നു പോകേണ്ട. മാത്രമല്ല, യേശു കർത്താവ് എല്ലാവരും തള്ളപ്പെട്ട കുഷ്ഠരോഗത്തിന് സൗഖ്യം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി ആ കാലഘട്ടത്തിൽ കുഷ്ഠരോഗികളെ കല്ലെറിഞ്ഞ് അകറ്റി നിർത്തണം. അതുമാത്രമല്ല, കുഷ്ഠരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് ആ കുഷ്ഠരോഗിയോട് വെറുപ്പായിരുന്നു. അതുമാത്രമല്ല, അവർ തനിച്ച് പാർക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, പാളയത്തിന്റെ പുറത്താണ് അവർ താമസിക്കേണ്ടത്. അത് മാത്രമല്ല, അവർ കടന്നു വരുമ്പോൾ വായ് മൂടണം. ഞാൻ അശുദ്ധൻ, ഞാൻ അശുദ്ധൻ, ഞാൻ അശുദ്ധൻ എന്ന് പറഞ്ഞ് അവർ കടന്നു വരണം. ഇതാണ് കുഷ്ഠരോഗിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ. ഞാൻ എൻ്റെ വേലയോട് ബന്ധപ്പെട്ട് 20 വർഷം മുമ്പ് ഞാൻ പഴഞ്ഞി ചുറ്റുപാടിൽ ട്രാക്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓലക്കുടിലിൽ ഒരു വാതിൽ അടഞ്ഞു കിടക്കുന്നു ഞാൻ കാണുവാനായിട്ടിടയായി. ഞാൻ തൊട്ട വീട്ടിൽ ചോദിച്ചു, എന്താണ് ആ വാതിൽ തുറക്കാത്തെന്ന് ചോദിച്ചപ്പോൾ തൊട്ട വീട്ടുകാർ ഇപ്രകാരം പറഞ്ഞു, ബ്രദറെ, അവിടെ ഒരു കുഷ്ഠരോഗിയുണ്ട്, അവർക്ക് എങ്ങനെ ഭക്ഷിപ്പാൻ കൊടുക്കുമെന്ന് പറയുമ്പോൾ പട്ടിക്ക് വെച്ചു കൊടുക്കുന്ന പോലെ അതിന് വെച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഞാൻ കാണുവാനായിട്ടിടയായത്. അപ്പോൾ തന്നെ അവർ ആ റൂമിൽ നിന്ന് കടന്നു പോകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാനാ, എങ്ങനെയെങ്കിലും അത് തുറക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ആ വാതിൽ തുറന്നു. അതൊരു ഇരുട്ട് റൂമായിരുന്നു. അത് മാത്രമല്ല, ഒരു കട്ടലിൻ്റെ മുകളിൽ ബെഡിൽ ഈ അമ്മച്ചി കിടക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ഈ വകയില് അങ്ങോട്ട് അടുക്കാൻ കഴിയത്തില്ല, കാരണം അത്രമാത്രം മണം. അത് മാത്രമല്ല, ആ അമ്മച്ചി സ്വോത്രം സ്വോത്രം സ്വോത്രം, മകനെ, ഇങ്ങോട്ട് ആരും കയറി വരാറില്ല, എങ്ങനെ കയറി വന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹൃദയം ഭാരപ്പെടാനായിട്ടിടയായി. ഞാൻ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുക അമ്മച്ചി എന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, മോനെ പ്രാർത്ഥിക്ക്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയാണ്. ഞാൻ പറയട്ടെ, അവിടെ ഒറ്റി വീണതൊക്കെ ഞാൻ കണ്ടു. നിലത്ത് ഒറ്റി വീണ കാഴ്ചകളൊക്കെ ഞാൻ കണ്ടപ്പോൾ, എന്തൊരു അവസ്ഥ! കുഷ്ഠരോഗി എപ്പോഴും സമൂഹം തള്ളപ്പെട്ടവരാണ്, ഒറ്റപ്പെട്ട ജീവിതത്തിലാണ് ആ അമ്മച്ചി ആയിരുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് കടന്നുപോയി. അത് മാത്രമല്ല, പിന്നെ ഒരു ദിവസം കൂടെ ഞാൻ അവിടേക്ക് കടന്നു വന്നു. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരും തള്ളപ്പെട്ടവരാണ് കുഷ്ഠരോഗികൾ. പഴനിയിലെ അരുവായി എന്ന് പറഞ്ഞ സ്ഥലത്ത് പടക്കശാല തീ പിടിച്ചു. 30 വർഷം മുമ്പ് ഞാൻ രക്ഷിക്കപ്പെടുന്നതിനൊക്കെ മുന്നേ അത് കാണുവാനായിട്ട് കടന്നുപോയി. അവിടെ കടന്നുപോയപ്പോൾ ബ്രോയിൽ
മുക്കോഴി പൊരിച്ചതുപോലെ 4 ഡെഡ് ബോഡികൾ കൈയും കാലും നഷ്ടപ്പെട്ട് അവിടെ കിടക്കുന്ന ആ കാഴ്ച ഞാൻ കണ്ടു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ 4 കുഷ്ഠരോഗികൾ അവിടെ കടന്നു വരാനായിട്ടിടയായി. ആ കുഷ്ഠരോഗികൾ അതേ ജനത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എല്ലാവരും മാറി നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടത്. ഡെഡ് ബോഡിയുടെ അടുത്ത് ജനം നിൽക്കുന്നുണ്ട്, പക്ഷേ കുഷ്ഠരോഗികളെ കാണുമ്പോൾ മാറുന്നൊരു കാഴ്ച. ഞാൻ പറഞ്ഞു വന്നത്, സമൂഹം തള്ളപ്പെട്ട രോഗമാണ് കുഷ്ഠരോഗം, അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ യേശു കർത്താവിൻ്റെ അടുത്തേക്ക് അവൻ കടന്നു വരിക. അപ്പോൾ കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. യേശു കർത്താവിനോടുള്ള ആദരവും ബഹുമാനവും അവൻ കൊടുത്തു. അത് മാത്രമല്ല, ചെറിയൊരു പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ചു. വിശ്വാസം വലുതായിരുന്നു. അവൻ പറഞ്ഞത് പ്രകാരം, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. യേശു അപ്പോൾ തന്നെ അവനെ തൊട്ടു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, എല്ലാവരാലും തള്ളപ്പെട്ട് സമൂഹത്താൽ വെറുപ്പ് സമ്പാദിച്ച്, അത് ഒരുപക്ഷെ കടവാരമായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന രോഗമായിരിക്കാം, ഏതെങ്കിലും വിഷയങ്ങളാകട്ടെ, ദൈവത്തിന്റെ പേരിൽ മക്കളില്ലാത്ത വിഷയങ്ങളായാലും ഏതെല്ലാം വിഷയങ്ങളായാലും യേശു കർത്താവ് നിന്റെ രോഗത്തിന്റെ മേൽ സ്പർശിക്കുന്നവനാണ് എന്ന് മറന്നു പോകണ്ട. അവന്റെ കരം ഇന്നും സൗഖ്യം തരുന്ന കരമാണ് ദൈവത്തിന്റെ പേരിൽ. അവൻ അത്ഭുതകരമായിട്ട് അവൻ സൗഖ്യം തരുന്നവനാണെന്ന് മറന്നു പോകണ്ട. നിന്റെ ഏത് വിഷയങ്ങളാകട്ടെ, യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? അവൻ പറഞ്ഞത് പ്രകാരം വിശ്വാസത്താല് എനിക്ക് സൗഖ്യം വേണമെന്നുള്ള ഒരു വിശ്വാസം അവൻ്റെ ജീവിതത്തിലുണ്ടായി. അതുപോലെ അതേ സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു കർത്താവ് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മോട് ചോദിക്കുക. നമ്മുടെ ഏത് വിഷയങ്ങളാകട്ടെ, ഏത് വിഷയങ്ങളായാലും യേശു കർത്താവ് സൗഖ്യം തരുവാൻ പ്രാപ്തനാണ് എന്ന് നീ മറന്നു പോകണ്ട. ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? ദൈവത്തിന്റെ പേര് യേശു കർത്താവ് കുഷ്ഠരോഗിയെ തൊട്ട മാത്രയിൽ അത് അവന് സൗഖ്യം ലഭിക്കാനായിട്ടിടയായി. അത് നാളത്തേക്കല്ല, ഇന്ന് തന്നെ, ഈ സമയം തന്നെ അവൻ സൗഖ്യം തരും. മക്കളെ കുറിച്ചിട്ടുള്ള ഭാരമാണോ? ജോലി നഷ്ടപ്പെട്ട വിഷയമാണോ? ജോലി ഇല്ലാത്ത വിഷമമാണോ? ഭവനമില്ലാത്ത വിഷയമാണോ? നിന്റെ വിഷയങ്ങൾ ഏതു ആകട്ടെ, യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ കരം കുറുകിപ്പോയില്ല. കേൾക്കാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവി മാന്യമായി പോയില്ല. നിന്റെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് യേശു കർത്താവിനോട് നിന്റെ വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ യേശു കർത്താവ് അത്ഭുതം ചെയ്യുവാനായിട്ടിടയാകും. യേശു കർത്താവ് എന്ത് ചെയ്തു? അവനെ തൊട്ടു. എല്ലാവരും വെറുക്കപ്പെട്ട് നിൽക്കുന്ന കുഷ്ഠരോഗി, സമൂഹം തള്ളപ്പെട്ട രോഗം, യേശു കർത്താവ് അവനെ തൊട്ടെങ്കിൽ, യേശു കർത്താവിന്റെ സ്പർശനം അവന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ, ഇന്ന് രാത്രി നമ്മെ സ്പർശിക്കുവാൻ യേശു മതിയായവനാണ്. നിന്റെ നാറിയ വിഷയത്തിന് മേൽ അത്ഭുതം ചെയ്യുവാൻ യേശു മതിയായവനാണ്. ഒരു കാര്യം ഓർക്കണം, പുറന്തള്ളപ്പെട്ട ആ കുഷ്ഠരോഗിയെ യേശു കർത്താവ് സ്വീകരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. നമ്മെ മറ്റുള്ളവരാൽ അത് പുറന്തള്ളപ്പെട്ടവരാണെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ സ്വീകരിക്കുവാൻ യേശു മതിയായവനാണ് ദൈവത്തിന്റെ പേര്. അത് മാത്രമല്ല, ക്രിസ്തുവിന്റെ ശക്തിയോടെ വ്യാപരിപ്പാനായിട്ടിടയായി. യേശു ക്രിസ്തുവിന്റെ ശക്തി അത് രക്തസ്രാവമുള്ള സ്ത്രീക്ക് അത് ഉണ്ടായതുപോലെ യേശു കർത്താവിന്റെ ശക്തിയോടെ വ്യാപരിച്ചു. അവന് ആ തൊട്ട മാത്രയിൽ സൗഖ്യം ലഭിക്കാനായിട്ടിടയായി. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏത് രോഗത്തിന്റെ അവസ്ഥയിലാണ് നീ ആയിരിക്കുന്നതെങ്കിൽ അതിന്റെ മുകളിൽ സൗഖ്യം തരുവാൻ എൻ്റെ യേശു മതിയായവനാണ്. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ യേശു കർത്താവ് ഇപ്പോൾ തന്നെ അനവധി അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ യേശു കർത്താവ് ചെയ്യുവാനായിട്ടിടയാകും. ഇവിടെ യേശു കർത്താവ് എന്ത് ചെയ്തു? അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ യേശു ഇപ്രകാരം ഒരു വാക്യം പറഞ്ഞു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നിന്റെ ബാഹ്യമായ സൗഖ്യം നീക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലോ നിന്റെ ഹൃദയം കൂടെ ദൈവത്തിന്റെ മേലെ യേശു കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇപ്പോൾ തയ്യാറുണ്ടോ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും എൻ്റെ യേശു മതിയായവനാണ് എന്ന് മറന്നു പോകേണ്ട. ആ സൗഖ്യം യേശു കർത്താവ് തരുവാൻ പ്രാപ്തനാണെന്ന് മറന്നു പോകേണ്ട. ഇന്ന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമോ? നിന്റെ ഹൃദയത്തിന് സൗഖ്യം തരുവാൻ
എൻ്റെ യേശു കർത്താവ് മതിയായവനാ. രോഗത്തിന് മാത്രമല്ല, ഹൃദയത്തിനും സൗഖ്യം തരുവാൻ യേശു മതിയായവനാ. ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുകയാണെങ്കിൽ എൻ്റെ യേശു കർത്താവ് ഇന്ന് അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയാകും. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇപ്പോൾ കർത്താവേ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കൊണ്ടിരിക്കുന്ന സകല മക്കളെയും നിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത് കർത്താവ്, എനിക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം വേണമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കൾക്ക് ഇന്ന് സൗഖ്യം കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വിഷയങ്ങൾ ഏതോ ആകട്ടെ, ഇന്ന് രാത്രി നീ അത്ഭുതം ചെയ്താട്ടെ കർത്താവേ. അത് കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യം കൊടുത്തുപോലെ ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് നിന്റെ കരം സ്പർശിച്ച് കർത്താവേ അത്ഭുതം ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിലൂടെയും പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്നാട്ടെ, പ്രാർത്ഥന കേട്ടാട്ടെ കർത്താവേ. നിന്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ, ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ കർത്താവേ. അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്താട്ടെ കർത്താവേ. നിന്റെ നാമമഹത്വപ്പെടുവാൻ സഹായിച്ചാട്ടെ കർത്താവേ. കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. നിന്റെ നാമമഹത്വപ്പെടുവാൻ സഹായിക്കണമേ. താഴ്ത്തി ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.